കഥ നരകത്തിലെ പറവകൾ. രചന ഷാഹുൽ ഹമീദ് KT. രാത്രി ആശുപത്രിയിലെ 2-ാം നിലയിൽ നിന്ന് അയാൾ ഘോഷയാത്ര കാണുകയായിരുന്നു. ഉലയുന്ന കൊടികളും തീയാളുന്ന പന്തങ്ങളും പൊട്ടിച്ചിതറുന്ന പടക്കങ്ങളും ആളുകളുടെ ആർപ്പുവിളികളുമായി രോഗികളുടെ കൂട്ടിരിപ്പുകാരെല്ലാം ആശുപത്രി വരാന്തയിൽ തിങ്ങി നിറഞ്ഞിരുന്നു. വർണ്ണവെളിച്ചം ചിതറിച്ചുകൊണ്ട് ആൾക്കൂട്ടം ഗല്ലിയിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലേക്ക് മറയുകയാണ്. പശുക്കൾ വരിവരിയായി തെരുവോരത്തുകൂടെ നടന്നു നീങ്ങുന്നു. മുകൾ നിലയിലെ കമ്പിയഴികൾക്കിടയിലൂടെ അയാൾ അതെല്ലാം നോക്കി നിന്നു. ഘോഷയാത്ര അലങ്കോലപ്പെട്ടത് പെട്ടെന്നാണ്. ആളുകളുടെ ആക്രോശങ്ങളും ചിതറിയോടലുകളും നിലവിളികളും ഉയരുമ്പോൾ തെരുവ് വിളക്കുകൾ ഒന്നൊന്നായി അണഞ്ഞു. ആ സമയം നഴ്സ് അയാളുടെ പേര് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു. വൃദ്ധ ആളുകൾക്കിടയിൽ നിന്ന് അയാളെ തട്ടിവിളിച്ചു. അയാൾ വേഗം നടന്നെത്തി സംസാരിച്ചു. നഴ്സ് അയാളെ കൊണ്ടുപോയത് കുട്ടികളുടെ ICUവിന് മുൻപിലേക്കാണ്. അവിടെ വച്ച് ഡോക്ടറും മുതിർന്ന നഴ്സും കാര്യങ്ങൾ വിശദമാക്കി. നിറയുന്ന കണ്ണുകളുമായി അയാൾ വാതിൽ തുറന്ന് അകത്തു കയറി. തെരുവിൽ നിന്ന് ജയ് ശ്രീറാം വിളികളുടെ അലർച്ചകൾ കേൾക്കാം. കരിപ്പുക അവിടെയെല്ലാം പരക്കുന്നു. പുറത്തിറങ്ങിയ അയാൾ വരാന്തയിലൂടെ നടന്ന് കമ്പിയഴികളിൽ മുഖമമർത്തിക്കരഞ്ഞു. താഴെ ഗല്ലിയിൽ തീപടരുന്നു. പശുക്കൾ അമറുന്നു. പിറ്റേന്ന് വൈകുന്നേരം നരച്ചു പഴകിയ ചെറിയ സൂട്ട്കേസുമായി അയാൾ ആശുപത്രി കവാടം കടന്ന് റോഡിലേക്കിറങ്ങി. വാഹനങ്ങൾ കുറവായിരുന്നു. പശു മുറിവേറ്റ കാൽ നീട്ടി അയവെട്ടിക്കിടക്കുന്നു. വടികളും ചെരുപ്പുകളും കൊടികളും വസ്ത്രങ്ങളും ചിതറിക്കിടക്കുന്ന വഴിയിലൂടെ അയാൾ നടന്നു. പോലീസ് ജീപ്പുകൾ ശബ്ദം മുഴക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. കത്തിയമർന്ന കടകൾക്കരികിലൂടെ നടന്ന് ഗലിയിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലേക്ക് അയാൾ കടന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പലപ്പോഴും അയാൾ ഈ വഴി പോയിട്ടുണ്ട്. കണ്ണുകൾ നീറാൻ തുടങ്ങിയപ്പോൾ മുഖം കഴുകാനായി തെരുവോരത്തെ പൈപ്പിൻ ചുവട്ടിലേക്ക് നീങ്ങി. പുരാതനമായ മദ്രസയും പള്ളിയും കത്തിയമർന്നത് കാണുന്നത്, കരിഞ്ഞുപോയ കെട്ടിടത്തിനുള്ളിലെ ചാരമായ ഗ്രന്ഥങ്ങൾക്കരികിലിരുന്ന് സൂഫി വരിയൻ കരയുന്നത് നോക്കി അയാൾ അനക്കമറ്റു നിന്നു. കരിഞ്ഞ ചിറകുകളുമായി പ്രാവ് പള്ളിയുടെ മൂലയിൽ കോറിപ്പിടിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഓടിവന്ന വൃദ്ധൻ സ്യൂട്ട്കേസ് എടുത്ത് പാഞ്ഞു. ചതുപ്പിലെ കല്ലുകളിലൂടെ ചാടിച്ചാടി റെയിൽപാളങ്ങൾ കടന്ന് ഓടുന്നതിനിടയിൽ അയാൾ കല്ലുകൾ വൃദ്ധന് നേരെ എറിഞ്ഞു. നിർത്തിയിട്ട ചരക്കു തീവണ്ടികൾക്കരികിൽ വെച്ചാണ് വൃദ്ധനെ കാണാതായത്. അയാൾ അവിടെയെല്ലാം തിരഞ്ഞു. നിലവിളി കേട്ട് പാളങ്ങൾക്കപ്പുറത്തെ മരങ്ങൾക്കരികിലേക്ക് അയാൾ ഓടി. സൂട്ട്കേസ് മരച്ചുവട്ടിൽ കിടക്കുന്നു. വൃദ്ധൻ കരഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സൂട്ട്കേസിലേക്ക് തിരിഞ്ഞു നോക്കി ഓടി ഓടി അകലുന്നു. മരങ്ങൾക്ക് മുകളിലൂടെ പരുന്ത് വട്ടം ചുറ്റി പറക്കുന്നത് കണ്ട് അകലെ കാണുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് അയാൾ നടന്നു. അയാൾ പ്രതീക്ഷിച്ചിരുന്ന തീവണ്ടിയുടെ വിവരങ്ങൾ ഉച്ചഭാഷണിയിലൂടെ കേട്ടു. സ്യൂട്ട്കേസുമായി പാളത്തിലൂടെ നടന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറി. 3-ാം പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നതെന്നറിഞ്ഞ് പാലം കയറി അവിടെ എത്തി. ബലൂൺ പറത്തിക്കളിക്കുന്ന പെൺകുട്ടി സ്യൂട്ട്കേസിലേക്ക് ഉറ്റുനോക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. പതിയെ തല താഴ്ത്തി അയാൾ താഴേക്ക് നോക്കി. 2-3 രക്തത്തുള്ളികൾ തറയിലേക്ക് വീണിട്ടുണ്ട്. സ്യൂട്ട്കേസിൽ നിന്ന് ഒരു തുള്ളി കൂടി ഇറ്റുവീണു. അയാൾ കുട്ടിയോട് ചിരിച്ച് കാലുകൊണ്ട് തുടച്ചു. അടുത്തുള്ള ബാത്റൂമിലേക്ക് കയറി. വണ്ടി എത്തിയ ശേഷം അയാൾ ബാത്റൂമിൽ നിന്നിറങ്ങി. പിറകിലെ ബോഗിയിലെ പിറകിലെ സീറ്റിൽ അയാളിരുന്നു. അവിടെ ആളുകളില്ലായിരുന്നു. സീറ്റിനടിയിലെ കമ്പിയിൽ സൂട്ട്കേസ് കെട്ടിവെച്ചെഴുന്നേറ്റു. ഫോൺ എടുത്തു. 2-3 യാത്രക്കാർ സീറ്റിലേക്ക് വന്നിരുന്നു. ഫോൺ വിളിച്ച് വാതിൽക്കലേക്ക് നടന്ന് പുറത്തിറങ്ങി. പച്ച സിഗ്നൽ തെളിഞ്ഞ് വണ്ടി നീങ്ങുമ്പോൾ അയാൾ ജാലകത്തിലൂടെ സീറ്റിനടിയിലെ സൂട്ട്കേസ് നോക്കി. രാത്രി അയാൾ ആശുപത്രിയിലെ വാർഡിലെത്തി. ഭാര്യയും കുഞ്ഞും കട്ടിലിൽ ഉറങ്ങുകയാണ്. കുഞ്ഞിനായി കമ്പിളിപ്പുതപ്പ് വാങ്ങിയിരുന്നു. പുറത്തു മഴ പെയ്യുന്നുണ്ട്. അയാൾ കമ്പിളി കൊണ്ട് കുഞ്ഞിനെ പുതപ്പിക്കുമ്പോൾ ഭാര്യ കണ്ണു തുറന്നു. കഴിക്കാനുള്ള മരുന്നുകൾ എടുത്തു കൊടുക്കുമ്പോൾ അവൾ അയാളുടെ വിരലുകളിൽ പിടിച്ചു. എന്തു ചെയ്തു അവനെ? ഭഗവാൻ 2 കുഞ്ഞുങ്ങളെ നമുക്ക് തന്നു. ഒന്നിനെ തിരിച്ചെടുക്കുകയും ചെയ്തു. ആംബുലൻസിനായി അവർ പറഞ്ഞ വാടക താങ്ങാവുന്നതിനേക്കാളും അധികമായിരുന്നു ചമേലി. ഞാനവനെ
നമ്മുടെ മണ്ണിലേക്ക് തന്നെ. രാവിലെ അവൻ നമ്മുടെ ചോട്ടുവിൻ്റെ കൈകളിലെത്തും. ചോട്ടു അവനെ മുത്തശ്ശിയുടെ അരികിലെത്തിക്കും. അവർ നമ്മുടെ മണ്ണിലേക്ക് അവനെ. കുഞ്ഞു കരഞ്ഞു. അവൾ ചെരിഞ്ഞു കിടന്ന് തലോടി. എന്നിട്ടും കരച്ചിലടക്കാതായപ്പോൾ മുല കൊടുക്കാനായി അയാൾ കുഞ്ഞിനെ പതിയെ ഉയർത്തിക്കൊടുത്തു. മുലക്കണ്ണിലേക്ക് കുഞ്ഞു ചുണ്ടുകൾ ചേർത്തു. മഴയിലൂടെ മിന്നലുകൾ ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു. ചെരുപ്പുകൾ തുന്നുമ്പോഴും അവൻ ചൂളം വിളിക്കാനായി കാതോർത്തുകൊണ്ടിരുന്നു. പലരും കൂലി ചോദിക്കുമ്പോഴും മറുപടി പറയാതെ പണി തുടരുന്ന അവൻ കിട്ടിയ പൈസ പെട്ടിയിലേക്കിട്ടു. സൂചിയും നൂലും നീങ്ങുമ്പോഴും ഉള്ളിൽ പാളങ്ങളും കറങ്ങുന്ന ഇരുമ്പു ചക്രങ്ങളുമായിരുന്നു. റിക്ഷാവാലകൾ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നീങ്ങുന്നു. ഉച്ചഭാഷണിയിലൂടെ തീവണ്ടി വരുന്ന വിവരങ്ങൾ ഉയർന്നു. അവൻ ആയുധങ്ങൾ പെട്ടിയിലേക്കിട്ട് അടച്ചു. എഴുന്നേറ്റു. റെയിൽ പാളങ്ങളുടെ അറ്റത്തേക്ക് നോക്കി നടന്നു. ചോട്ടു, എങ്ങോട്ടാടാ? തീവണ്ടി പ്ലാറ്റ്ഫോമിലൂടെ നീങ്ങുന്നതിനിടയിൽ അവൻ പിറകിലെ ബോഗിയിലേക്ക് പാഞ്ഞു. മുത്തശ്ശിയുടെ കൈകളിലെ വെള്ളത്തുണിയിൽ കുഞ്ഞു മലർന്നു കിടക്കുകയാണ്. പഞ്ഞി വിടർത്തിയ നാഗത്തലയുള്ള വടിയും കുത്തി ഊരുമൂപ്പൻ മുൻപിൽ നടക്കുന്നു. വിറകുകൾ പുറത്തുവച്ച് കെട്ടിയ കഴുത മുത്തശ്ശിക്ക് പിറകിൽ ചുവടുകൾ വയ്ക്കുന്നുണ്ട്. കഴുതയ്ക്കിരുവശത്തും ചോട്ടുവും പറകൊട്ടുന്ന യുവാവും. അവർക്കെല്ലാം പിറകിൽ 2 പട്ടികൾ തല താഴ്ത്തി നടക്കുന്നു. നീർപ്പക്ഷിക്കൂട്ടം ഒച്ചവെച്ച് അവർക്ക് മുകളിലൂടെ വരിവരിയായി പറക്കുന്നു.